ഡിജിറ്റൽ സർവകലാശാല വിസി നിയമന തർക്കത്തിൽ അനുനയ നീക്കവുമായി സർക്കാർ. മന്ത്രിമാർ ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തും. കേരള സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല നിയമന തർക്കത്തിനിടെയാണ് കൂടിക്കാഴ്ച. നിയമനത്തിന് മുഖ്യമന്ത്രിയുടെ ശുപാർശയ്ക്കെതിരെ ഗവർണർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകിയിരുന്നു. ആന്റണി ജിസ് ജോർജ് ചേരുന്നു. വിവരങ്ങളുമായി ആന്റണി, ഉടനെ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ ഇടപെടും എന്നുള്ളതും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു സമയപരിധി കൂടി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊക്കെ ഒരു സമവായ നീക്കം ഉടനെ തന്നെ ഉണ്ടാകും. അതിനായുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ ഡിജിറ്റൽ അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാലകളിൽ വിസി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും അതുപോലെ തന്നെ ഗവർണറും രണ്ട് നിലപാടുകളിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാളുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത ആളുകളെ നിയമിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഗവർണറുടെയും ഒരു നിലപാട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് ഗവർണർ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. അതനുസരിച്ച് KTU VC ആയി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി പ്രിയ ചന്ദ്രനെയും നിയമിക്കണം എന്നുള്ളതായിരുന്നു ഈ ഗവർണറുടെ ഒരു ശുപാർശ ഈ സത്യവാങ്മൂലത്തിൽ. പക്ഷേ മുഖ്യമന്ത്രിയുടെ ശുപാർശ എന്ന് പറയുന്നത് സജി ഗോപിനാഥിനെയും അതുപോലെ തന്നെ സതീഷ് ചന്ദ്രനെയും നിയമിക്കണം എന്നുള്ളതാണ്. ഇത് രണ്ടും പക്ഷേ അങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. സിസ തോമസിൻ്റെ പേര് ഈ ജസ്റ്റിസ് ധൂലിയ കമ്മിറ്റി തയ്യാറാക്കിയ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവാക്കിയിരുന്നു. അതുപോലെ തന്നെ പ്രിയ ചന്ദ്രനും ഈ രണ്ട് പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിയ ചന്ദ്രനെ ഈ ഡിജിറ്റൽ സർവകലാശാലയുടെ VC സ്ഥാനത്ത് താഴെ മുൻഗണനാക്രമത്തിൽ താഴെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം ഗവർണർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ഇത് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി കർശനമായി തന്നെ ഇരു വിഭാഗങ്ങളോടും ഗവർണറോടും സർക്കാരിനോടും പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഉടൻ ചർച്ചയിലൂടെ സമവായത്തിലൂടെ പരിഹാരം കാണണം, ഇല്ലെങ്കിൽ തങ്ങൾക്ക് ഇടപെടേണ്ടതായി വരും എന്നുള്ളൊരു കർശന നിർദ്ദേശം കോടതി നൽകി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു സമവായ നീക്കത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോകുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം 3:30 മണിക്കാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും അതുപോലെ തന്നെ പി രാജീവും ലോക് ഭവനിലെത്തി ഗവർണറെ കാണുന്നത്. ഏതായാലും ഈ കൂടിക്കാഴ്ചയിൽ പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതായത് ഈ സിസ തോമസിനെ നിയമിക്കണമെന്ന ഗവർണറുടെ ആവശ്യം അല്ലെങ്കിൽ ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ സർക്കാർ അംഗീകരിക്കുമോ അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ ഗവർണർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഈ പ്രശ്നപരിഹാരത്തിൽ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഉണ്ടാകുന്ന ഒരു തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു തീരുമാനം കോടതിയെ അറിയിച്ചില്ലെങ്കിൽ കടുത്ത വിമർശനങ്ങളിലേക്കൊക്കെ കോടതി പോകും. അപ്പോൾ അതിനു മുൻപ് ഈ പ്രശ്നത്തിൽ ഒരു സമവായം കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് വൈകുന്നേരം മന്ത്രിമാർ ഗവർണറെ കാണും. ഏതായാലും പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ